സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് കൂത്തുപറമ്പ് വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിലാണ്. ഇവിടെ അലെ ഫുഡ് പ്രൊഡക്ട്സ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ CH അനസുവിനെ തേടിയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അനസു ജേർണലിസം കഴിഞ്ഞ് വ്യവസായ രംഗത്തേക്ക് വന്ന ഒരാളാണ്. പഠിച്ചത് ഉപരിപഠനമൊക്കെ ഡൽഹിയിലായിരുന്നു. അതിനുശേഷം ജേർണലിസം എടുത്തു. പിന്നെ ഒരു വ്യവസായിയായി മാറുകയാണ്. അനസുവിലേക്ക് എത്തുമ്പോൾ അനസു ആരാണെന്നുള്ള അന്വേഷണത്തിൽ ഞാൻ എൻ്റെ യാത്ര വലിയ വെളിച്ചത്ത് നിന്ന് നേരെ പറന്ന് ദുബായിലേക്ക് പോവുകയാണ് എൻ്റെ മനസ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദുബായ് എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണല്ലോ. മലയാളികളുടെ മാത്രമല്ല 200-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ഏറെ ഇഷ്ടത്തോടെ വന്ന് താമസിക്കുന്ന ഒരു നഗരമാണ് ദുബായ്. അവിടുത്തെ 7 എമിറേറ്റ്സുകളിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മനുഷ്യർ വന്ന് താമസിക്കുന്നു. അവിടെ നിങ്ങൾ ഇറങ്ങിയാൽ ദുബായിലായാലും ഷാർജയിലായാലും റാസൽ കൈമയിലായാലും അജ്മാനിലായാലും അബുദാബിയിലായാലും എവിടെ ചെന്നാലും നിങ്ങൾ കാണുന്ന ഒരു നാമമുണ്ട്, അൽ മദീന എന്ന് പറയും. അൽ മദീനയ്ക്ക് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അൽ മദീന സൂപ്പർ മാർക്കറ്റ് കാണാം, ഹൈപ്പർ മാർക്കറ്റ് കാണാം, മറ്റ് പല സ്ഥാപനങ്ങളും ആ പേരിൽ നിങ്ങൾക്ക് കാണാം. അതിനൊരു ചരിത്രമുണ്ട്. കണ്ണൂർ ജില്ലയിലെ കടവത്തൂർ മേഖലകളിൽ നിന്ന് പോയ ഒരു ത്രിമൂർത്തികളുടെ കഥ. പാക്കഞ്ഞി കുഞ്ഞബ്ദുള്ള ഹാജി, PP മമ്മു ഹാജി, VKN അഹമ്മദ് ഹാജി, ഈ 3 പേർ. ഈ ത്രിമൂർത്തികളാണ് ശരിക്ക് അൽമദീന എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്ന് ആയിരക്കണക്കിന് അൽമദീന സ്ഥാപനങ്ങളാണുള്ളത്. അതിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ. ഒരു അൽമദീന ഗ്രൂപ്പ്, പൊയിൽ അബ്ദുള്ള മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഒരു അൽമദീന ഗ്രൂപ്പിൽ ഏതാണ്ട് 23,000-24,000 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ അൽമദീന കുറേ പേര് അൽമദീനയുടെ പേരിൽ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഈ 3 പേരുടെയും കുടുംബാംഗങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്. ശരിക്ക് പാനൂർ, കടവത്തൂർ ആ മേഖലകളുടെ തലവര മാറ്റിയ ഒരു വിപ്ലവം, സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള ഒരു വിപ്ലവം സൃഷ്ടിച്ച ഈ 3 പേരിൽ VNKയുടെ VKN എഴുത്തുകാരാണ് ആ പേര്, അതുകൊണ്ടാണ് ഓടി വരുന്നത്. VKN അഹമ്മദ് ഹാജിയുടെ പേരക്കുട്ടിയാണ് അനസു എന്നുള്ളതാണ്. ഞാൻ പെട്ടെന്ന് വലിയ വെളിച്ചത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നത്. ഈ VNKയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 3.5 പതിറ്റാണ്ട് കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് മരങ്ങളാണ് അദ്ദേഹം വെച്ചുപിടിപ്പിച്ചത്. കരിപ്പൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് നിങ്ങൾ വന്നാൽ റോഡിന് ഇരുവശവും അദ്ദേഹം വെച്ചുപിടിപ്പിച്ച മരങ്ങൾ കാണാം. നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ തണൽ മരങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അത് അദ്ദേഹം വെച്ചുപിടിപ്പിച്ചതാണ്. പഴശ്ശി പ്രൊജക്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതിൻ്റെ കനാൽ കടന്നു പോകുന്ന വഴികളിലെല്ലാം ഈ മനുഷ്യൻ തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ശാന്തമായി മനുഷ്യർ ഉറങ്ങുന്ന കബറിടങ്ങളിലും തണൽ മരങ്ങൾ, സർക്കാർ ആഫീസുകളിൽ തണൽ മരങ്ങൾ. അങ്ങനെ വലിയ ദുബായിൽ വ്യവസായ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുകയും ഇങ്ങ് ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ തണലൊരുക്കുകയും ചെയ്ത വലിയൊരു മനുഷ്യൻ്റെ, VNK എന്ന വലിയ മനുഷ്യൻ്റെ പേരക്കുട്ടിയോടൊപ്പമാണ് ഇന്ന് സക്സസ് സ്റ്റോറിയുടെ സഞ്ചാരം. ആദ്യം പ്രേക്ഷകരെയും ഒപ്പം അനസുവിനെയും സക്സസ് സ്റ്റോറിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അനസു, എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? സുഖമായി പോകുന്നു. ഈ അലെ ഫുഡ്സ്, അതിന്റെ പേര് തന്നെ ഒരു പൊടി 1000 വിഭവങ്ങൾ, ആരോഗ്യം ആനന്ദം. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? നമ്മളിപ്പോ ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1.5 വർഷമായി. 1.5 വർഷം. ഈ പൊതുവെ കേരളത്തിലൊരു വ്യവസായം തുടങ്ങുക, വ്യാപാരം തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് അതൊരു അത്ര സുഖമുള്ള ഏർപ്പാടായിട്ടല്ല കാണാറ്. താങ്കൾ പഠിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? പ്രാഥമിക വിദ്യാഭ്യാസം വീട്ടിന്റെ അടുത്തുള്ള കണ്ണങ്കോട് UP സ്കൂൾ, പാനൂര് കണ്ണങ്കോട് UP സ്കൂൾ. അതിനുശേഷം NM ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം തരം വരെ പഠിച്ചു. പിന്നെ അതിനുശേഷം ചേന്നമംഗളൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് +1 +2 അവിടെ
അവിടത്തേക്ക് മാറി. വീട്ടിലൊരു പോളിസി ഉണ്ട്, 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിൽക്കാൻ പാടില്ല, പുറമേക്ക് ഇറങ്ങിയിട്ട്. അത് ആര് ഡിക്ലെയർ ചെയ്ത പോളിസി ആയിരുന്നു? അത് നമ്മുടെ ഫാമിലി പണ്ട് മുതലേ അങ്ങനെ ഒരു ശീലിച്ചിരുന്ന ഇതായിരുന്നു. അപ്പൊ ഈ VNK അഹമ്മദ് ഹാജി എന്ന് പറയുന്നത് ഉമ്മാന്റെ ഉപ്പയാണ് അല്ലേ? അദ്ദേഹത്തിന് എത്ര മക്കളായിരുന്നു VNK? 7 മക്കൾ. എന്തൊക്കെയാണ് അവരുടെ പേര്? ഖൽദൂൻ, ഇമ്രാൻ, ലുക്മാൻ, ഹാറൂൺ, സൽമാൻ, പിന്നെ ആയിഷ, സുഹറ. ആരുടെ മകനാണ് നിങ്ങൾ? സുഹറയുടെ. സുഹറക്ക് എത്ര മക്കളാണ്? സുഹറക്ക് 5 മക്കളുണ്ട്. അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ഇപ്പോൾ? അവരുടെയൊക്കെ പേര്? മൂത്താള് അയ്യൂബ്, സിവിൽ എഞ്ചിനീയറാണ്. പിന്നെ 2ാമത്തെ മകനാണ് ഞാനിപ്പം ബിസിനസ്സിലുണ്ട്. പിന്നെ അദ്നാൻ അനുജനുണ്ട്, അവനിപ്പോൾ എൻ്റെ കൂടെ ഇവിടെ മാർക്കറ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് കമ്പനിയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു സിസ്റ്ററാണ്, ഇപ്പോൾ ദുബായിലാണുള്ളത്, അവിടെ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ അനുജത്തിയുണ്ട്, ഫാത്തിമ എന്ന് പറഞ്ഞിട്ട്. അവരിപ്പോൾ നിഫ്റ്റിൽ ഡൽഹിയിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പെരിങ്ങത്തൂർ കഴിഞ്ഞു, ചേന്നമംഗലൂർ പോയി, +2 കഴിഞ്ഞു, പിന്നെ എങ്ങോട്ടാണ് ഉപരിപഠനത്തിന് പോയത്? ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്തു. ഏതാണ് ചെയ്തത്? ബികോം ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നു. ഉപ്പാന്റെ പേരെന്താണ്? അബൂബക്കർ. ഉപ്പ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഉപ്പ ബിസിനസ് ആയിരുന്നു, ദുബായിലുണ്ടായിരുന്നു. ഉപ്പാന്റെ ഫാമിലി ബിസിനസ്സുകാരാണ്? അതെ. ഉപ്പയുടെ ഫാമിലി, ഉമ്മയുടെ ഉപ്പയും ബിസിനസ്സാണ്, മക്കളെല്ലാവരും ബിസിനസ്സിലാണ്. ഒരു ഉമ്മയുടെ കാർണോർ, അങ്ങനെ എല്ലാവരും ബിസിനസ്സിലായിരുന്നു. അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബികോം എടുത്തു. അന്നേരം എന്തായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നത്? അപ്പോ ബികോം എടുക്കുന്ന സമയത്ത് ബിസിനസ് തന്നെയായിരുന്നു ലക്ഷ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഉപ്പയുടെ ഫാമിലി വരെയാണ്, ഉപ്പ മാത്രമേ ബിസിനസ്സിലുണ്ടായിരുന്നു. ബാക്കി ഉപ്പ ബിസിനസ്സുകാരനായിരുന്നു. പഴയ ബർമ്മയിൽ ബിസിനസ് ചെയ്ത് അവിടെ 2ാം ലോക മഹായുദ്ധകാലത്ത് നാട്ടിലേക്ക് സെറ്റിലായതാണ്. ഇവിടെ വന്ന് കോയമ്പത്തൂർ ബിസിനസ് തുടങ്ങി. അവിടുത്തെ അന്ന് കാലത്ത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സൊക്കെ അദ്ദേഹത്തിനുണ്ടായി. എന്തായിരുന്നു അത്? ഒരു ബുക്ക് സ്റ്റാളും സ്റ്റേഷനറി സ്റ്റോപ്പും ഒക്കെ ആയിട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ അവരുടെ മക്കള് ആരും ബിസിനസ്സിലേക്ക് വന്നില്ല, എല്ലാവരും പ്രൊഫഷണൽസ് ആയിരുന്നു. ഉപ്പയുടെ ഫാമിലി ഏകദേശം ഫുള്ള് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പിന്നെ ജേർണലിസ്റ്റുകൾ. ഈ ഒരു രീതിയിലാണ് അവിടെ ഒരുപാട്. ഇപ്പോൾ എൻ്റെ വൈഫ് ജേർണലിസ്റ്റാണ്, ഇപ്പോൾ എക്കണോമിക് ടൈംസിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറൊരു കസിൻ ഉണ്ട്, ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വേറൊരു കസിന് ഇതിലുണ്ടായിരുന്നു, ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് ഓരോ പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷംഷീർ എന്ന് പറയുന്നു. ഇന്ത്യൻ എക്സ്പ്രസ്സിലും എക്കണോമിക് ടൈംസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ ഈ ബികോം കഴിഞ്ഞിട്ടാണോ ജേർണലിസത്തിന് പോകുന്നത്? ബികോം കഴിഞ്ഞിട്ടാണ്. എവിടെയാണ് ജേർണലിസം ചെയ്തത്? ഞാൻ PG ഡിപ്ലോമ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് മീഡിയ വണ്ടെ അണ്ടറിൽ MBL മീഡിയ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടുന്ന് ചെയ്തു. എവിടെയാണ് വർക്ക് ചെയ്തത്? 2.5 വർഷം ഞാൻ മീഡിയ വണ്ണിലുണ്ടായിരുന്നു. ഏത് പോസ്റ്റിലാണ് ഉണ്ടായിരുന്നത്? അവിടെ പ്രൊമോട്ട് ഡയറക്ടറായിട്ട് 2.5 വർഷം ഓണർ. എന്തൊക്കെ പണിയാണ് അന്ന് ചെയ്തിരുന്നത്? ഡയറക്ഷൻ ആയിരുന്നു പ്രധാനമായിട്ടും. അതെ, സംവിധാനം. ഏതൊക്കെ മേഖലയാണെന്ന് സംവിധാനം ചെയ്തിരുന്നത്? ഇത് പ്രൊമോസ്, അതായത് അഡ്വർടൈസ്മെന്റുകളുടെ, പരസ്യങ്ങളുടെ പ്രധാനമായിട്ട് ചെയ്തിരുന്നത്. അത് നല്ല ത്രില്ലുള്ള ഒരു മേഖലയായിരുന്നില്ല? അതെ, അത് ത്രില്ലല്ല. നമുക്ക് ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങളാണ്. നമ്മൾ പുതിയ ആളുകളെ പരിചയപ്പെടുന്നു, പുതിയ സ്ഥലങ്ങളിൽ പോകുന്നു. നമുക്ക് നമ്മുടെ എന്താ പറയാ, നമുക്കൊരു ടെൻഷനില്ല. എപ്പം പുതിയ കാര്യങ്ങൾ, പുതിയ ദിവസങ്ങൾ, ആദ്യമായി ചെയ്ത പ്രൊമോ ഏതായിരുന്നു ഓർമ്മയിൽ? ആദ്യമായിട്ട് അവിടെ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത മീഡിയ വണ്ടെ ഏകദേശം ലോഞ്ചിങ്ങിന് 1 ആഴ്ച മുമ്പായിരുന്നു ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന, എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നൊരു കാലഘട്ടമായിരുന്നു. കാരണം നമ്മൾ ഒരു കോഴ്സ് കഴിഞ്ഞ് പഠിച്ച് ഫസ്റ്റായിട്ട് നമ്മൾ ജോലിക്ക് കയറാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അന്ന് നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഉണ്ടായിരുന്നു, വിനീഷ് എന്ന് പറഞ്ഞിട്ട് NDTV-ലൊക്കെ പ്രൊഡ്യൂസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് ഉണ്ടായിരുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആ സമയത്ത് നമ്മളൊരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫെബ്രുവരി 10 മുതൽ ഇനി മലയാളം ടെലിവിഷൻ മുൻപത്തെ പോലെ ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചിത്രം തന്നെ മാറുന്നു. ഈ ഒരു ക്യാമ്പയിൻ അന്ന് നല്ല വളരെ എന്താ പറയാ ഒരു ഇതായിട്ടുള്ള ഒരു ക്യാമ്പയിനായിരുന്നു. അങ്ങനെ ഈ 2.5 വർഷം ഉണ്ടായ ആ ഒരു മീഡിയ വൺ കാലഘട്ടത്തിലെ ഏറ്റവും സുന്ദരമായ മറ്റനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു?
അവിടെ പൊതുവെ എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചിറങ്ങി പുതിയൊരു ജോലിക്ക് കയറുകയാണ്. അവിടെയുള്ള എനിക്ക് എന്താ പറയുക, ഒരു വർക്കിംഗ് കൾച്ചർ, ഒരു അറ്റ്മോസ്ഫിയർ, അതൊക്കെ നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. നമ്മളെന്ന് വെച്ചാൽ പഠിച്ചുപാട് ഇറങ്ങിയതുകൊണ്ട് ഏറ്റവും താഴെ ഇതിലാണ് ജോയിൻ ചെയ്തത്. ഒരു ട്രെയിനിയായി ജോയിൻ ചെയ്ത് പ്രൊഡ്യൂസറായിട്ട് അവിടുന്ന് ഇറങ്ങിയത്. ആ സമയത്ത് നമ്മുടെ എന്താ പറയുക, മേലുദ്യോഗസ്ഥന്മാർ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, അവരൊക്കെ നമ്മളോട് പെരുമാറുന്ന ഒരു ഇതുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കിരൺ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട്. അദ്ദേഹമൊക്കെ നമ്മളോടൊക്കെ എങ്ങനെയാണ് പെരുമാറിയത്, അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ തൊഴിലാളികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് വളരെ അധികം ഒരു മീഡിയ സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഒരു നല്ല അനുഭവമായിരുന്നു. എപ്പോഴാണ് ഈ മീഡിയ വിടാനൊരു മനസ്സ് തോന്നിയത്? അതിന്റെ കാരണം എന്താണ്? മീഡിയ വേണമെന്ന് ഇറങ്ങാൻ സത്യത്തിൽ എനിക്ക് നല്ല താല്പര്യമുള്ള ഒരു ഇതായിരുന്നു. കാരണം ഓരോ ദിവസവും ഓരോ ചലഞ്ചസ്, ഓരോ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് വരുമ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് നമ്മളറിയാം, നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ, ഈ ഒരു ഇത് എവിടെ പോയാലും മീഡിയ കാർഡ് ഉണ്ടെങ്കിൽ എൻട്രി, അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ. പക്ഷേ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ബിസിനസ് ഉണ്ടായിരുന്നു. VNK വല്യപ്പാക്ക് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് പ്രധാന സ്ഥാപനങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ പാണ്ട ഫുഡ്സ് ഉണ്ട്, പിന്നെ ദുബായിലെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, വയനാട്ടിലെ എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ തന്നെ ജൂബിലി ഹോട്ടല്, ജൂബിലി റെസ്റ്റോറൻറ്റ്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ പാണ്ട ഫുഡ്സിൽ പെട്ടെന്ന് ആവശ്യം വന്നു, ഒരു റിക്വയർമെൻറ്റ് വന്നപ്പോൾ വല്യപ്പ പറഞ്ഞു ഇങ്ങനെ നീ ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു. അങ്ങനെ VNK ആണ് നിങ്ങളെ മാധ്യമ ലോകത്ത് നിന്നും ബിസിനസ് ലോകത്തേക്ക് വരാനുള്ള പ്രേരക ശക്തിയായി മാറിയത്. അതെ. അനസു, എന്താണ് VNK കുറിച്ചുള്ള താങ്കളുടെ ഒരു ഓർമ്മ? VNKനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ക്യാരക്ടർ എങ്ങനെ ആകണം എന്നുള്ള ഇത് ഞാൻ പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. റോൾ മോഡൽ. ആ VNK എന്ന ആ ഒരു മനുഷ്യന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു? റൊട്ടീൻ എങ്ങനെയായിരുന്നു? VNK നമ്മുടെ എന്താ പറയാ, എല്ലാത്തിനും ഒരു ചിട്ടയുള്ള ആളായിരുന്നു. എങ്ങനെയായിരുന്നു ആ ചിട്ട? ഒരു 5 മണിക്ക് എഴുന്നേക്കും, പള്ളിയിൽ പോകും, അത് കഴിഞ്ഞിട്ട് നടത്തമുണ്ട്, വ്യായാമം കാര്യങ്ങളുണ്ട്, ഭക്ഷണം സമയത്തിന് കഴിക്കും. പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട്. അത് മരണം വരെ, ഏകദേശം മരിക്കുന്നതിന് ഒരു 2 വർഷം മുമ്പ് വരെ എന്നും മട്ടനും ബിരിയാണിയും ഇതൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഭക്ഷണം കഴിക്കും, പക്ഷെ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് കഴിക്കുക. ഒരു ലിമിറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഇതന്നെ ഉണ്ടായിരുന്നു. അതിന് ഒരു വയറിൻ്റെ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 കാലിയായിട്ട് കിടക്കണം. ഈ ഒരു ചിട്ട അദ്ദേഹം മരണം വരെ ഇതുണ്ടായിരുന്നു, ഫോളോ ചെയ്തു. അത് കണ്ടാണ് വളർന്നത്. പിന്നെ അദ്ദേഹം നമുക്ക് എന്നും അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള കഥകളൊക്കെ പറഞ്ഞു തരും. നമ്മളെ ബിസിനസ്സിലേക്ക് VNK ഈ മമ്മുഹാജിയും ഇവരൊക്കെ തമ്മിൽ ബിസിനസ് തുടങ്ങിയ ഒരു കാലം ഓർമ്മയുണ്ടോ ദുബായിൽ? അവര് ആദ്യമായിട്ട് VNK ആയിരുന്നു ദുബായിലേക്ക് പോകുന്നത്. അവിടെ ഒരു മദീന ഒരു സൂപ്പർ മാർക്കറ്റ് വേറൊരാളുടെ അടുത്ത് നിന്ന് ഏറ്റെടുക്കുകയായിരുന്നു. ഒരു ചെറിയൊരു ഷോപ്പായിട്ട് ഉണ്ടായിരുന്നു. അത് ഏറ്റെടുത്തതിന് ശേഷം മറ്റ് 2 പേരും കൂടി അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. അവരതിന് മുന്നും ഒരുമിച്ചിട്ട് പല സ്ഥലങ്ങളിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് അവരുടെ വളർച്ചയുടെ തുടക്കം. അവർ അത് 1നെ 2ആക്കി, 3ആക്കി, 4ആക്കി. അവർ 3 പേരും ഒന്നിച്ചു വളർന്നു. അപ്പോൾ പിന്നെ കുറെ സ്ഥാപനങ്ങൾ കൂടി വന്നു. പിന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ 3 പേരായിട്ട് പിരിഞ്ഞു, ഒരു സ്വന്തം സ്ഥാപനങ്ങളാക്കി. അത് പിന്നെ അവരുടെ മക്കളൊക്കെ ആയിട്ട് അതിനെ വിപുലീകരിച്ചെടുത്തു. ഇന്ന് ദുബായിൽ കാണുന്ന ഏകദേശം എല്ലാ ഇതും പല പേരിൽ മദീന, എന്തെങ്കിലും ഒരു ഫ്രണ്ടിൽ എന്തെങ്കിലും അൽ മദീന, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ബാബൽ മദീന, അങ്ങനെ ഇത് പറഞ്ഞിട്ട് പല മദീനകളുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് മൂപ്പര് അങ്ങനെ മീഡിയ വണ്ടിയിൽ നിങ്ങളോട് പറഞ്ഞു നേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പാണ്ടയിൽ വന്നിട്ട് എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? പാണ്ട എന്ന് പറയുന്നത് എന്താണ്? പാണ്ട എന്ന് പറയുന്നത് അലേ ഫുഡ്സ് പോലെയുള്ള ഒരു മാനുഫാക്ചറിങ് കമ്പനി. എന്തൊക്കെയാണ് പൾസ്, ഈ സ്പൈസസ്, മസാലകൾ, അച്ചാറ്, ജാം, അങ്ങനത്തെ ഒക്കെയാണ്. അപ്പോൾ അതിന്റെ ആസ്ഥാനം എവിടെയാണ്? വയനാട്, കൃഷ്ണഗിരി.
അവിടെയായിരുന്നു അതിൻ്റെ ആസ്ഥാനം. ഞാനവിടെ ഒരു 3-4 വർഷം, 5 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 2.5 വർഷത്തെ മാധ്യമ പ്രവർത്തനം, അത് കഴിഞ്ഞ് നേരെ 5 വർഷം പാണ്ട ഫുഡ്സിലായിരുന്നു. അവിടെ പോയപ്പോൾ പിന്നെ ഫസ്റ്റ് തന്നെ മേലെ ടോപ്പ് ഏകദേശം പോസ്റ്റിലാണ്, GM ആയിട്ടാണ്. അതെ അതെ. അപ്പോൾ അതിനെ ഒരുപാട് വളർത്താൻ സാധിച്ചു. അല്ല, അതിലൊരു ചോദ്യം, താങ്കൾ ഈ പ്രൊഫഷണൽ പ്രൊമോകൾ, ചാനലിന്റെ പ്രൊമോകൾ ചെയ്ത താങ്കൾ, അത് വേറൊരു ലോകമാണ്. അവിടുന്ന് അത് വളരെ ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഫഷനാണ്. താങ്കൾ പുതിയ പുതിയ ആളുകളെ ഡെയിലി കാണുന്നു, വേറൊരു ലോകമാണ്. അവിടുന്ന് പെട്ടെന്ന് ഒത്തിരി ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിന്റെ ഒരു ജനറൽ മാനേജറായി മാറുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് താങ്കൾ ഹാൻഡിൽ ചെയ്തത്? അത് ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വല്യുപ്പാൻ്റെ കൂടെ ആയിരുന്നു നമ്മുടെ സഞ്ചാരം. എൻ്റെ വല്യുപ്പാൻ്റെ VNKയുടെ മൂത്ത മകളുടെ മകനാണ് ഞാൻ. അപ്പോൾ ഏറ്റവും മൂത്തയാളുടെ മകനായിരുന്നു. അപ്പോൾ അന്ന് ബാക്കിയുള്ള അമ്മമാർ ആരും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ കുട്ടികളായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് എന്താ ബിസിനസ് യാത്രകളിലൊക്കെ ഞങ്ങളെ കൂടെ കൂട്ടും, പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് ആ യാത്രാനുഭവങ്ങൾ? അത് പലപ്പോഴും ബാംഗ്ലൂർ, മൈസൂർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങൾ ഈ റോഡ് പോവും. ഇങ്ങനെ യാത്രകൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേണാണ്. ഒരു പ്രാവശ്യം ജ്യേഷ്ഠനാണെങ്കിൽ ഒരു പ്രാവശ്യം എന്നെ കൂട്ടും. അനിയനാണ് ഏറ്റവും കൂടുതൽ വലിയ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇത് ഉമ്മയുടെ ഫാമിലിയിലെ ബിസിനസ്സാണ് ഈ പറഞ്ഞ മദീന, ഇതൊക്കെ പാണ്ട ഇതൊക്കെ വരുന്നത്. പക്ഷെ ഉപ്പാൻ്റെ ഫാമിലിയുടെ തുടക്കം ഈ പറഞ്ഞ പോലെ ബർമയിൽ നിന്നുള്ള ബിസിനസ്സും അതിൽ നിന്ന് കൊണ്ടുവന്ന ഇത് കൊണ്ട് ബാംഗ്ലൂർ ഉണ്ടാക്കി. ആ പൈസ ഉണ്ടായിരുന്നു. നമ്മൾ പ്രൊഫഷണൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫാമിലിയിൽ മൊത്തം പ്രൊഫഷണൽ ആളുകളായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു, നമുക്കെന്തുകൊണ്ടൊരു ബിസിനസ്, നമ്മൾ തുടങ്ങിയത് ബിസിനസ്സിലാണ്, അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ഫാമിലി ബിസിനസ്സായിട്ട് ഒന്ന് പുതിയത് സ്റ്റാർട്ട് ചെയ്തൂടെ എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ ആയിട്ട് ഇങ്ങനെ അവർ പങ്കുവെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നാണ് നമുക്ക്, കാരണം ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കമ്പനികൾക്ക് ഇനിയും സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഒരു പുതുതായിട്ടൊരു ബ്രാൻഡ് തുടങ്ങാമെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ പുതിയൊരു ബ്രാൻഡ് ഉണ്ടായത്. അലെ എന്ന ഒരു പേര് വരുന്നത്. അലെ എന്ന പേര് ആര് കണ്ടെത്തിയതാണ്? ആരുടെ മനസ്സിൽ രൂപം കൊണ്ടതാണ്? എന്തുകൊണ്ട് ഈ രംഗത്തേക്ക് തന്നെ വന്നു? കാരണം സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, പിന്നെ പാണ്ട ഫുഡ്സ് ഒക്കെ ഉമ്മാന്റെ ഫാമിലിയിലുള്ള സ്ഥാപനങ്ങളാണ്. ഉപ്പാന്റെ ഫാമിലിയിലെ ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉപ്പാന്റെ ഫാമിലിയിലെ പ്രൊഫഷണൽസ് ആണ്, ഡോക്ടേഴ്സ് ആണ്. എന്തുകൊണ്ട് ഒരു സർജിക്കൽ എക്യുപ്മെന്റ്സിനെ കുറിച്ച് ആലോചിച്ചില്ല? ഒരു മെഡിക്കൽ രംഗം, മെഡിക്കൽ പ്രൊഡക്ട്സിനെ കുറിച്ച് ആലോചിച്ചില്ല? എന്തുകൊണ്ട് ഉമ്മാന്റെ ഫാമിലിയിൽപ്പെട്ട ആ ഒരു സ്പൈസസ്, അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിലേക്ക് വരാനുള്ള ഒരു മാനസിക അവസ്ഥയിലെത്തി? എന്തുകൊണ്ടാണ് ചിന്ത വന്നു? അത് ഈ ഫുഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് അൺലിമിറ്റഡ് സ്കോപ്പുള്ളൊരു സാധനമാണ്. ഇവിടെ ഇനി ഒരു 30-40 കമ്പനികൾ വന്നു കഴിഞ്ഞാലും ഭക്ഷണത്തിന് ആളുകൾക്ക് ഡെയിലി യൂസുള്ള സാധനമാണ്. അത് എത്ര കമ്പനി വന്നു കഴിഞ്ഞാലും അതിനുള്ള മാർക്കറ്റ് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തുണ്ട്. നമ്മൾ സാധാരണ ഒരു ഷോപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു മാർക്കറ്റിനൊരു ലിമിറ്റ് ഉണ്ട്, ഒരു ഗ്രോത്തിനൊരു പരിധിയുണ്ട്. നമ്മൾ ഒരു ഷോപ്പ് എടുത്താൽ അതിൻ്റെ ഒരു ലൊക്കാലിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഡഡ് ലൊക്കാലിറ്റിയിൽ ആളുകൾ മാറ്റങ്ങൾ നഗരത്തിന് വന്നാൽ എല്ലാം പൊളിഞ്ഞു. അതെ. പക്ഷെ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് ഫുഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് അൺലിമിറ്റഡ് ആണ്. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ചെയ്ത് നമുക്ക് ആദ്യം നമ്മുടെ ജില്ല കവർ ചെയ്യാം. അത് കഴിഞ്ഞാൽ കുറച്ച് വൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജില്ലകളിലേക്ക് പോകാം, അടുത്ത സ്റ്റേറ്റിലേക്ക് പോകും, ലോകം മുഴുവൻ. അതെ, അത് നിങ്ങൾ പറഞ്ഞ പോലെ വല്ലാർപ്പാടോ അല്ലെങ്കിൽ വിഴിഞ്ഞോ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് മുഴുവൻ എത്തി. അതെ അതെ, എവിടെയും മാർക്കറ്റ് ഉണ്ട്, എവിടേക്കും കേട്ടു. അപ്പൊ അതുകൊണ്ടാണ് ഫുഡിലേക്ക് തന്നെ വന്നത്. അങ്ങനെ ഈ അലെ എന്ന പേര് ആരാണ് നിർദ്ദേശിക്കുന്നത്? അലെ എന്നുള്ള പേരിലേക്ക് എത്തിയത് പ്രത്യേകിച്ച് വല്ല അർത്ഥമുണ്ടോ? നമ്മൾ ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കാം, നമ്മൾ ഒരു പേരിടുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടുമോ നോക്കണം. അതുപോലെ ട്രേഡ് മാർക്കറ്റ് വെബ്സൈറ്റ് രജിസ്ട്രേഷൻ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്കൊരു പേര്. കുറേ പേര് അന്വേഷിച്ചു. അപ്പോൾ അവസാനമാണ് ഈ അലെ എന്നുള്ള ഒരു പേരിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അലെ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വേർഡാണ്. വിശപ്പും ദാഹവും ക്ഷമിപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന, ദാഹവും ക്ഷമിപ്പിക്കുക എന്നാണ്, ലഘൂകരിക്കുക. ഏത് ഭാഷയാണ്? ഇംഗ്ലീഷ് വേർഡാണ്. അലെ ഹങ്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി ഇല്ലാതാക്കുക.
ഈ ഒരു രീതിയിൽ വരുന്ന ഒരു ബേർഡാണ്. അപ്പോൾ ആ പേര് നമ്മൾ തിരഞ്ഞെടുക്കും. അത് ഏജൻസികളാണോ അല്ലെങ്കിൽ മനസ്സിൽ രൂപം കൊണ്ടതാണോ? അല്ല, അത് കുറേ അന്വേഷിച്ച് ഒരു പേര് എടുക്കാനുള്ള ഇതിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ച പേരാണ്. അങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്. എന്തുകൊണ്ട് വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രം തിരഞ്ഞെടുത്തു? ഒരു വ്യവസായത്തിന് പൊതുവെ ഏറ്റവും അനുയോജ്യമായ ഏരിയ ഇത് ഒന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏരിയയാണ് ഈ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് നമുക്ക് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊതുവെ ഈ ലോക്കൽ ബോഡികളുടെ പ്രശ്നങ്ങൾ പൊതുവേ ഉണ്ടാവില്ല. നമ്മുടെ ഇപ്പോൾ പൊതുവേ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ വ്യവസായത്തിന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞു പ്രൊജക്റ്റൊക്കെ അവർ തന്നെ ചെയ്തു തരും. ഫ്രീ ആയിട്ട് അവർ സ്റ്റാഫിനെ ഇൻറ്റേൺസിനെ വെച്ചിട്ട് അവർ ചെയ്തു തരുന്നുണ്ട്. നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസാണ്. പക്ഷെ പൊതുവേ നമ്മുടെ ഇതിൽ ഈ ഇൻഡസ്ട്രിക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ പൊതുവേ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കൈകളിൽ പ്രാദേശിക സർക്കാരാണ് പലപ്പോഴും വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. ഏത് ഇത് നോക്കിയാലും അവർക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ പ്രഷറുകൾ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിലാവുമ്പോൾ ഇവർക്ക് തീരെ ഇതില്ല. നമുക്ക് അവരെ ലൈസൻസ് വരെ ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. ഈ അലൈ ഫുഡ്സ് ഇവിടെ വന്ന് നിങ്ങൾ ബിൽഡിംഗ് ഒക്കെ സ്വന്തമായി കൺസ്ട്രക്ട് ചെയ്തിട്ടാണോ, സ്ഥലമാണോ കിട്ടിയത്? ഇതിന്റെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെന്നൊരു തീരുമാനമായപ്പോൾ നമ്മൾ പിന്നെ ലൊക്കേഷനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഇത് വീടിൻ്റെ ഒരു 12 കിലോമീറ്റർ അകലത്താണ് ഇതുള്ളത്. പൊതുവേ നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലമുള്ള, നമുക്ക് അറിയില്ലായിരുന്നു. അപ്പം മുന്നേ ഒരിക്കൽ വേറൊരു ആവശ്യത്തിന് ഒരു കാർട്ടണിൻ്റെ ആവശ്യം വന്നപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ വന്നിട്ട് ഇവിടുന്ന് സംസാരിച്ചപ്പോഴാണ് ഇവിടെ സ്ഥലം അവൈലബിൾ ഉണ്ടെന്നും രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ 1 ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട്. 1 ഏക്കർ സ്ഥലത്ത് കൺസ്ട്രക്ട് ചെയ്തെടുത്തു. അങ്ങനെ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. നമുക്ക് അനസുവിൻ്റെ ഇവിടെ വന്ന് ഉള്ള ഒരു കാലഘട്ടം വന്ന് ഇത് തുടങ്ങി, അത് എന്തൊക്കെ നടപടിക്രമങ്ങളിലൂടെയാണ് സ്ഥാപനം നിങ്ങൾ സ്ഥാപിച്ചെടുത്തത്? നമുക്ക് ഇവിടെ വന്ന് സ്ഥലം എടുത്തു. അപ്പോൾ ഒരു ഇലക്ഷൻ്റെ സമയത്തായിരുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇവർക്ക് ലാൻഡ് നോട്ടിഫൈ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ലാൻഡ് മുന്നോട്ട് പോകാൻ പറ്റില്ല, അലോട്ട്മെൻറ്റ് നടക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഡിലേ വന്നു. പക്ഷേ ഇവിടെയുള്ള ആളുകൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ അവർ ഏകദേശം ഇത് പാസ്സാവും, മീറ്റിങ്ങിൽ വെച്ച് പാസ്സായി മിനിറ്റ്സ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് കൺസ്ട്രക്ഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്ത് കാര്യത്തിലും ഇവിടുന്ന് ഇവരൊക്കെ നല്ല സപ്പോർട്ട്. പക്ഷെ പൊതുവെ ധാരണ ഇതിലും വലിയ പ്രശ്നമാണ് തുടങ്ങും. അങ്ങനെയല്ല അല്ലേ? തെറ്റായ ധാരണയാണ്. അങ്ങനെ ആദ്യം നിങ്ങൾ പുറത്തെടുക്കിയ പ്രൊഡക്റ്റ് എന്തായിരുന്നു? നമ്മുടെ ഇപ്പോൾ ഇത് ഈ ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ്. ഭയങ്കര എന്താ പറയുക 30-40 വർഷം താപാനകളായിട്ടുള്ള പലരും മാർക്കറ്റിലുണ്ട്. നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒരു 10-25 ബ്രാൻഡ് നമുക്ക് ഇപ്പൊ ഇവിടെ പ്രമുഖരാണ്. സാറാസ് മുതൽ ഇങ്ങനെ തുടങ്ങിയാൽ ഈസ്റ്റേൺ സാറാസ് തുടങ്ങി ഒത്തിരി. അപ്പോൾ ഈ കോമ്പറ്റീഷനെ മറികടന്ന് എങ്ങനെ മാർക്കറ്റിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ മേജർ ബ്രാൻഡുകൾ ഇപ്പോൾ മെല്ലെ കയറി തുടങ്ങുന്നേ ഉള്ളൂ. ബാംഗ്ലൂരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, പൾസസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൾസസ് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് കയറാന്നുള്ള ഒരു ധാരണയിലായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. ഇവിടെ നോർമലി പക്ഷെ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയ സമയത്ത് ഇവിടെ കുറേ ചെറിയ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. അവർ ഏകദേശം ഒരു ഇതിൻ്റെ സൈക്കിളിൽ പലരും തുടങ്ങും, 6 മാസം റൺ ചെയ്യും, പൂട്ടിപ്പോവും. അപ്പോൾ അത് എന്താന്നുള്ളത് തിരിയുന്നില്ല. ഇവർ തുടങ്ങുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ പിന്നെയാണ് കാര്യങ്ങൾ പഠിച്ചത്. പൾസസിന്റെ പ്രശ്നം, പ്രൈസ് ഫ്ലക്ച്വേഷൻ വരും. പിന്നെ നമുക്കുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മൾ ഇതിൽ കുത്തം വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്തു തുടങ്ങിയപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഒന്നുമില്ല, നല്ല ഫ്രഷായി നിൽക്കുന്ന ഇത് 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിന്ന് ഓരോ ജീവികൾ ഇത് വരിക, പുറത്തേക്ക് വരിക. മുട്ട ഉണ്ടാവും ഇതിൽ. ഈ ചെള്ളിൻ്റെ ഒക്കെ നമ്മൾ അരിയിലുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ജീവി അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് മുട്ടയിട്ട് 500 കുട്ടി വരും. 28 ദിവസമാണ് അതിൻ്റെ ഒരു ലൈഫ് സൈക്കിള്. ആ 28ാമത്തെ ദിവസം കഴിയുമ്പോൾ അടുത്ത തലമുറ ഈ 500 എണ്ണം വീണ്ടും 500 മുട്ടയിടും.
ഒരു കവറിൽ തന്നെ ആയിരക്കണക്കിന്. അതെ 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 അതെ, മൊത്തത്തിൽ സ്പോയിൽ ചെയ്യുന്ന ഒരു അവസ്ഥ. നമ്മൾ തുടങ്ങുകയും ചെയ്തു, ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതില്ല. അപ്പോൾ പിന്നെ നമ്മൾ പലരെയും വിളിച്ചു, ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന പലരെയും വിളിച്ചു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടുന്നത് നമുക്ക്. പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോയി. നമ്മൾ ആദ്യം വിചാരിച്ച നൈട്രജൻ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷേ അത് നൈട്രജൻ ഫില്ല് ചെയ്തിട്ടും ഈ ഒരു പ്രശ്നം വന്നു. പിന്നെ അതിനുള്ള റെമഡീസൊക്കെ പിന്നെ കണ്ടുപിടിച്ചു. ഒരുപാട് അന്വേഷിച്ചു. കുറേ ദിവസം ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം തുടങ്ങി എന്ത് ചെയ്യണം. പക്ഷേ ആ സമയത്ത് മാർക്കറ്റിൽ ഫസ്റ്റ് ഇറക്കിയ സാധനങ്ങൾ മൊത്തം റീകോൾ ചെയ്യണ്ടോന്നു. റീകോൾ ചെയ്ത് മൊത്തം പൊട്ടിച്ച് ഇതാക്കേണ്ടി വന്നു. അതിനുശേഷമാണ് അതിനുള്ള. പക്ഷേ ഇതിൽ നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആളുകൾ ഇതിൻ്റെയൊക്കെ സെക്കൻഡ് തേർഡ് ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും. നമ്മുടെ ഹോൾസെയിലുകളിലും ചെറിയ കടകളിലൊക്കെ സെക്കൻഡും തേർഡും ക്വാളിറ്റി വെക്കുക. അപ്പം നമ്മുടെ ഇപ്പോൾ ഒരു റേറ്റ് കൂടുതലുണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് 5% ടാക്സ് വരുന്നുണ്ട്. പാക്കിംഗ് കോസ്റ്റ് നമ്മൾ കോസ്റ്റിൽ ആഡ് ചെയ്യും. അവർ കെട്ടിക്കൊടുക്കുന്ന ഒരു കവറുണ്ടെങ്കിലും അതിൻ്റെ കോസ്റ്റ് പൊതുവേ കടക്കാരെന്ത് കൂട്ടൂല. ഒരു 75 പൈസ 1.5 രൂപ ഒരു കവറിന് വരുന്നുണ്ടെങ്കിൽ അത് അവർ കോസ്റ്റിൽ കൂട്ടില്ല. അവർ 100 രൂപയ്ക്ക് എടുക്കുന്നു, 105 വെക്കുന്നു എന്നുള്ള ഇതാണ്. നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ 2 രൂപ നമ്മൾ കോസ്റ്റിലേക്ക് കൂട്ടും. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് റേറ്റിനെക്കാട്ടും കുറച്ച് കൂടുതൽ. അതെ അതെ, ഒന്ന് ക്വാളിറ്റിയിൽ ഉള്ള വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഫസ്റ്റൊക്കെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഈ ക്വാളിറ്റി ഉണ്ട്, എടുത്തുപോയ ആളുകൾ റിപ്പീറ്റ് വാങ്ങാൻ തുടങ്ങി. ആദ്യത്തെ ആ പ്രതിസന്ധി എത്ര കാലം കൊണ്ട് പരിഹരിക്കാൻ പറ്റി? പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റി. ജീവജാലങ്ങൾ പുഴുക്കളായിരിക്കുമല്ലോ അതിനകത്ത്, ആയിരക്കണക്കിന് പുഴുക്കൾ ഒരു കവറിൽ വരാൻ തുടങ്ങി. ഈ എണ്ണമൊക്കെ കൃത്യമായിട്ട് ഇതിൽ നിന്ന് പഠിച്ചു. അത് ആ സമയത്ത് പിന്നെ ഇതന്നെയായിരുന്നു പണി. പലരെയും വിളിക്കുക, എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അരി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ വിളിക്കുക. കാരണം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ആദ്യം നോക്കി ടാറ്റ ഇറക്കുന്നുണ്ട്, ബാംഗ്ലൂർ 24 മന്ത്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു പാർട്ട്ണറുണ്ട് മലേഷ്യയിലെ ലുലുവിൻ്റെ പർച്ചേസ് മാനേജറാണ്. മൂപ്പരെ വിളിച്ചു. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, മുന്നേ എപ്പോൾ വിളിച്ചപ്പോൾ അരി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അവരെന്താണ് എക്സ്പോർട്ട് ചെയ്യുമ്പം അപ്പോൾ അവിടെയൊക്കെ സർട്ടിഫിക്കേഷൻ വേണം, ഇന്ന് ഇത് ചെയ്ത് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് അയച്ചു തന്നു. അപ്പോൾ അതിലെന്താ ചെയ്യുന്നത്, പിന്നെ കുറേ യൂട്യൂബിൽ പല സർക്കാർ സംവിധാനങ്ങൾ FCIൻ്റെ ഒക്കെ അവരെ ട്രെയിനിങ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അവൈലബിൾ ആയിട്ട്. അതൊക്കെ ഇരുന്ന് കണ്ടു കുറേ ദിവസം. അതെ അതെ അതെ. അതുകൊണ്ടെന്ന് വെച്ചാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. ഈ ഒരു സൊല്യൂഷന് കണ്ടെത്താത്തതുകൊണ്ടാണ് പലരും ഇതിൽ നിന്ന് പൂട്ടിപ്പോകുന്നത്. തുടങ്ങും, ഈ പ്രശ്നം വരും, പിന്നെ പൂട്ടിപ്പോകും. ഇപ്പം അത് നമുക്ക് എങ്ങനെയാണ് ഈ ക്വാളിറ്റിയുള്ള സാധനം ഇപ്പം എത്ര നാൾ വരെയാണ് ഒരു പാക്കറ്റിൽ നടക്കുന്ന സാധനങ്ങളുടെ ഒരു ലൈഫ്? നമുക്കിപ്പോ സ്പൈസസ് ഒക്കെ ആണെങ്കിൽ 1 year വരെ കൊടുക്കും. ഈ പൾസസ് ഒക്കെ 1 year വരെ കൊടുക്കാം. പക്ഷെ നമ്മളിപ്പോ 6 months ആണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. നിങ്ങളിപ്പോ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് മാർക്കറ്റിലുള്ള സാധനങ്ങൾ? ഈ സ്പൈസസിൽ എത്ര ഇനം ഐറ്റങ്ങളുണ്ട് മൊത്തം? നമ്മളിപ്പോൾ ഏകദേശം 60 ഐറ്റം ഉണ്ട്. അതിൻ്റെ SKU ഒക്കെ വഴി 120 SKUവിൻ്റെ മേലെ ഇപ്പം പ്രോഡക്റ്റ് മാർക്കറ്റിൽ നമ്മളിപ്പോൾ 1.5 വർഷം കൊണ്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം വരുന്ന ആഴ്ചകളിലൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഈ സാധനങ്ങൾക്കൊക്കെ ഇതെല്ലാം പാക്കിങ്ങും അതിൻ്റെ യന്ത്ര സംവിധാനങ്ങളൊക്കെ എവിടുന്ന് വന്നതാണ്? അതിൻ്റെ ഒരു ഹൈടെക് സംവിധാനങ്ങളാണോ ഇപ്പോൾ നിലവിലുള്ളത്? എന്താണ് അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ? ഞാൻ പാണ്ട ഫുഡ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെയുള്ള ഒരു നേരിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ കുറേ പഴക്കമുള്ള കമ്പനിയാണ്. 10-30 വർഷമായി ഇപ്പോൾ അത് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെഷീനൊക്കെ കുറച്ച് പഴക്കമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പം കുറേ നമുക്ക് ഒരു എക്സ്പീരിയൻസ് മെഷീനൊക്കെ മാറ്റി അവിടുന്ന്. അതോടുകൂടി അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി വല്ലാണ്ട് കൂടി. ആ ഒരു എക്സ്പീരിയൻസ്. പക്ഷെ നമ്മൾ പുതിയ കമ്പനിയാണ്, പുതിയ മെഷീന് എടുത്തു. അവിടെ നമ്മുടെ ഗ്രൈൻഡിങ് മെഷീനുകളൊക്കെ മൈസൂറിലുള്ള ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അവരെടുത്തു നിന്നാണ് എടുത്തത്. പിന്നെ നമ്മുടെ പാക്കിംഗ് മെഷീനുകളൊക്കെ ഫരീദാബാദുള്ള ഏഷ്യൻ പാക്കിംഗ് എന്ന് പറയുന്നത് എല്ലാം ഇവിടുന്ന് തന്നെയാണ്, ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി. ഈ ഹൈജീൻ, ഒരു വൃത്തി ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ നമ്മൾക്ക് ഇവിടെ ഒരു ക്വാളിറ്റി കൺട്രോളർ ഉണ്ട്. അവർ
ഇതിനായിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അതേപോലെ ഹൈജീനിക് കാര്യങ്ങളൊക്കെ അവരുടെ ഉത്തരവാദിത്വത്തിലാണ്. ഇപ്പം ഏതൊക്കെ സ്റ്റേറ്റിലാണ് നമ്മൾ വിപണനം ഉള്ളത്? നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ നോർത്തേൺ മലബാർ ഏരിയ ആണല്ലോ. ഇവിടുന്ന് കർണാടക മാർക്കറ്റ് നമുക്ക് ഇവിടെ അടുത്താണ്. ബാംഗ്ലൂരേക്കാണെങ്കിൽ മൈസൂറും മംഗലാപുരം ഒക്കെ ഇവിടുന്ന് അടുത്താണ്. അപ്പൊ അവിടത്തേക്കൊക്കെ നമ്മളിപ്പോ കേരളം, തമിഴ്നാട്, കർണാടക സ്റ്റേറ്റ് ആണ്. എക്സ്പോർട്ട് ആലോചനയിലുണ്ടോ? എക്സ്പോർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞില്ലേ 1.5 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് ഘടകങ്ങൾ നോക്കാനുണ്ട്. ഒന്ന് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കും, സർവീസ് നോക്കും. അപ്പോൾ ഈ മാർക്കറ്റിങ്ങിൽ പ്രൊഡക്റ്റ് കൂടുതലെന്ന് വെച്ചാൽ നമുക്ക് പുതിയ സ്റ്റാഫിനെ ഹയർ ചെയ്യണം. നമ്മൾ ഒരുമിച്ചൊരു 10-20 ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അവർ ട്രെയിൻഡ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് അതിന് വല്ലാത്ത ലോസ് വരും. അപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഒരു 3 മാസം ടാർഗറ്റ് ചെയ്യും. ഒരു 25 lakhs ഗ്രോത്ത് ഉണ്ടാക്കും. അതിനനുസരിച്ച് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യണം, അവരെ പഠിപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 25 നമ്മൾ ടാർഗറ്റ് ചെയ്യും. അങ്ങനെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളിലും നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ടാവും. അപ്പോൾ അത് ചെയ്ത് അതൊന്ന് സെറ്റാക്കി. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ വലിയ പരസ്യമൊക്കെ കൊടുത്ത് വലിയ ഏരിയ നമ്മൾ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സർവീസിനെ ബാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ പക്ഷെ നമ്മളിപ്പോൾ 1.5 വർഷം കൊണ്ട് നമ്മളെ ഗ്രോത്ത് വളരെ കൂടുതലാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. അനുസു, നമ്മൾ ഈ ആളുകളുടെ കയ്യിൽ ഈ സാധനം കിട്ടുമ്പോൾ ഇതിൻ്റെ ഒരു ഹൈജീൻ ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ്? ഇത് നിങ്ങൾ എവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു, എങ്ങനെ പാക്ക് ചെയ്യുന്നു, എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു? ഇപ്പം നമുക്ക് നേരിട്ട് ഇതെല്ലാം എടുത്ത് 2 വായിലിട്ട് ഇപ്പം വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിക്കുന്നതിനിടയിൽ ഒരു 2 പച്ചക്കെടുത്ത് കഴുകാതെ അല്ലെങ്കിൽ വേവിക്കാതെ കഴിക്കാൻ മാത്രം വൃത്തിയിലാണോ ഈ സാധനങ്ങൾ എത്തുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം. നമ്മളിപ്പോൾ പൾസസ് ആണെങ്കിലും ഗോതമ്പ് പൊടി ഒറോട്ടിപ്പൊടിയൊക്കെ ആണെങ്കിലും നമ്മൾ സോട്ടെക്സ് എന്ന് പറയാം. പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ്. നമ്മൾ എവിടുന്നാണ് പ്രധാനമായി സാധനങ്ങൾ? പലതും ഓരോന്നിനും ഓരോ മാർക്കറ്റാണ്. അരിയാണെങ്കിൽ ബംഗാളിൽ നിന്ന് വരുന്നുണ്ട്. മുളകൊക്കെ ആണെങ്കിൽ ആന്ധ്ര, കർണാടക മാർക്കറ്റ്. രണ്ട് ടൈപ്പ് മുളകാണ് വരിക. ഈ കുമ്മിന്, ഫെനല് അങ്ങനത്തെ ഒക്കെ ആണ് ഗുജറാത്ത് മാർക്കറ്റിൽ നിന്ന് വരും. മല്ലി, കടുകൊക്കെ രാജസ്ഥാൻ മാർക്കറ്റിൽ നിന്ന് വരും. മഞ്ഞളൊക്കെ ആണെങ്കിൽ ഈറോഡ് സൈഡിൽ നിന്ന് വരും. ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റിൽ നിന്ന് സാധനം വരും. എല്ലാ സ്റ്റേറ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എത്തുന്നു. അതെ. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കാടമും, ക്ലോവ് അങ്ങനത്തെ സ്പൈസസ് സാധനങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്യും. ഇതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്? പ്രോസസ്സിങ് സാധാരണ മനുഷ്യർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. നമ്മൾ 2-3 നമ്മൾ പറഞ്ഞു എല്ലാ സാധനങ്ങളും നമ്മൾ സോട്ടെക്സ് ക്ലീൻഡ് സാധനം സോട്ടെക്സ് തന്നെയാണ് എടുക്കുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങൾ എടുക്കും. ചില ഐറ്റംസ് നേരെ പാക്കിങ്ങിലേക്കാണ് പോവുക. അതിന് മുമ്പ് നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വാളിറ്റി ചെക്ക് ചെയ്യും, ജീവനക്കാരുണ്ട്. അതെ, ഉണ്ട്. നമ്മൾ അതിൻ്റെ മോയ്സ്ചർ ചെക്ക് ചെയ്യും, അതിൻ്റെ വിസിബിളായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യും. അത് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പാക്കിങ്ങിലേക്ക് പോവുക. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ മാർക്കറ്റിലേക്ക്. അതിൻ്റെ ഒരു സാമ്പിൾ നമ്മൾ ഇവിടെ എടുത്ത് വെക്കും. അരിയൊക്കെ ആണെങ്കിൽ അത് കഴുകി ഉണക്കി അതിൻ്റെ മോയ്സ്ചറൊക്കെ ചെക്ക് ചെയ്ത്. കാരണം ഒരു ഫുഡ് പ്രൊഡക്റ്റ് 2-3 കാരണങ്ങൾ കൊണ്ടാണ് കേടാകാൻ ചാൻസ് ഉള്ളത്. അത് തടയാൻ വേണ്ടിയിട്ട് ഉള്ള കാരണങ്ങളാണ്. കേടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നല്ല ബയോളജിക്കൽ ഹസാർഡ്, അല്ലെങ്കിൽ കെമിക്കൽ ഹസാർഡ് എന്ന് പറയും. ഒന്ന് കെമിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇതിലേക്ക് വരാം, അല്ലെങ്കിൽ അതിൽ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും പൂപ്പൽ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ. ഈ ഭക്ഷ്യ സാധനങ്ങളിൽ ഈ കെമിക്കലിന്റെ സാന്നിധ്യം എങ്ങനെയെങ്കിലും വരുന്നുണ്ടോ? പല കമ്പനികളുടെയും മുന്നേ പല ബ്രാൻഡുകളുടെയും ഒരു വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവര് മനഃപൂർവ്വം ചേർക്കുന്നതല്ല. അത് എന്താ പറയാ, അത് നമുക്ക് തടയാൻ പറ്റുന്ന 100% തടയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർ ഇരയാക്കപ്പെടുകയാണ്. നമ്മളും വന്നേക്കാം, പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രത്യേകിച്ചിട്ടും അങ്ങനെ വരാനുള്ളത്. കാരണം ഇവിടെയുള്ള യൂറോപ്പിലൊക്കെ കൊമേഴ്ഷ്യൽ ഫാമിംഗ് ആണ്. ഒരു 100 ഏക്കർ 200 ഏക്കർ 300 ഏക്കർ ഒരാൾ കൃഷി ചെയ്യും. അതിന് അവരുടേതായ മാനദണ്ഡങ്ങളുണ്ട്, അത് നോക്കാൻ സംവിധാനങ്ങളുണ്ട്. അവിടെ ഒരേ പെസ്റ്റിസൈഡ് പറഞ്ഞ ലിമിറ്റിൽ തന്നെ അവരടിക്കുക. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നതെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ഫാമിംഗ് ആണ്. 5 ഏക്കർ ഉണ്ടാവും, 2 ഏക്കർ ഉണ്ടാവും, 20 സെന്റ് ഉണ്ടാവും, 10 സെന്റ് സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഇവിടെ പലരും ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ്. പലരും പല രീതിയിലാണ് കൃഷി ചെയ്യുക. അതിൽ പെസ്റ്റിസൈഡ് അടിക്കാണ്ടിരിക്കാൻ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പെസ്റ്റിസൈഡ് അടിക്കാൻ കീടങ്ങൾ വ്യാപകമായിട്ട് പെരുകും. ഫുഡ് സെക്യൂരിറ്റിനെ തന്നെ ബാധിക്കും.
അത് ഗവൺമെന്റിന് ഒരിക്കലും പെസ്റ്റിസൈഡ് ബാൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്. പക്ഷെ അത് പലപ്പോഴും ആളുകൾ കീടങ്ങളുടെ ആക്രമണം വരുമ്പോൾ ഒരു പരിധിയില്ലാതെ അടിക്കും, കെമിക്കൽ സ്പ്രേ ചെയ്യും. അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ഇപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് ഒരു കുരുമുളക് നമ്മൾ കൃഷി ചെയ്തു, 10 കിലോ ഉണ്ടെങ്കിൽ നമ്മളൊരു മലഞ്ചരക്ക് കടയിൽ കൊടുക്കും, അതൊരു ചാക്കിലേക്ക് ഇടും. അടുത്ത ആൾ കൊണ്ടുവരുന്നതും അതിൻ്റെ ചാക്കിൽ ടോപ്പിൽ ഫില്ല് ചെയ്യും. അങ്ങനെ ഒരു 5-10 ആൾ കൊടുത്ത സാധനമായിരിക്കും ഒരു ചാക്കിലുണ്ടാകുക. നമ്മളൊരു ലോഡ് സാധനം എടുക്കുമ്പോൾ അങ്ങനെ ഒരു 100-500 കൃഷിക്കാർ ചെയ്ത ആളുകൾ കൃഷി ചെയ്ത സാധനമായിരിക്കും നമ്മളൊരു ചാക്കിൽ നമുക്ക് ഒരു ലോഡിൽ വരിക. നമുക്ക് പ്രാക്ടിക്കലായിട്ടായിരുന്നു ഒരു സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. അതിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് വിശ്വസിച്ചിട്ട് മൊത്തത്തിൽ നമുക്ക് പാക്ക് ചെയ്യാൻ പ്രാക്ടിക്കലാവും. അല്ലാണ്ട് എല്ലാ മണിയും എടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൽ അടിച്ച ആളുകളുടെ പെസ്റ്റിസൈഡ് അടിച്ച സാമ്പിൾ ഉണ്ടാവും, അതല്ലാത്ത ഉണ്ടാവും. നമുക്കിപ്പോൾ കാരണം ഇത് ടെസ്റ്റ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു സാധനം പെസ്റ്റിസൈഡ് ടെസ്റ്റ് ചെയ്യാൻ 20,000 റുപ്പീസൊക്കെ ആവും. നമുക്ക് കേരളത്തിലെ സംവിധാനങ്ങൾ കുറവാണ് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെയ്തെടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യാനേ പറ്റും. പക്ഷെ നമ്മൾ അടുത്ത സാമ്പിൾ അതില്ല നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റില്ല. ഈ മേഖലയിൽ നമ്മൾ ഒരു യൂറോപ്യൻ കൾച്ചറിലേക്ക് വളർന്നു വരാതെ അതിനൊക്കെ. പക്ഷെ യൂറോപ്പിലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവും, അവിടെയും കൃഷി ചെയ്യുമ്പോൾ. പക്ഷെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതിന് പ്രാക്ടിക്കൽ അല്ല, നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കും. പിന്നെ വരുന്ന പ്രശ്നമാണ് ഹെവി മെറ്റൽസ് പോലത്തെ കായം, ലെഡ്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഒരു ബാറ്ററി അല്ലെ ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറമ്പിലേക്ക് പൊട്ടിച്ചിടും. അതിലുള്ള ഈ പറഞ്ഞ ഹെവി മെറ്റൽസ് ഭൂമിയിലേക്ക് വരും. നമ്മൾ ഭയങ്കര ചാണകമൊക്കെ ഇട്ട് ഓർഗാനിക്കായിട്ട് നമ്മളൊരു മുളകിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാലും ഇത് വലിച്ചെടുക്കും. മുളകിൽ അതിന്റെ അംശം. പക്ഷെ നമ്മൾ ആരും ആലോചിക്കാത്തൊരു മേഖലയിലേക്കാണ് പോകുന്നത് അല്ലേ? പറമ്പിലേക്ക് ഇതെല്ലാം വലിച്ചെറിയുമ്പോൾ ഇങ്ങനെ ഒരു അപകടം വരും. അതെ. പക്ഷെ ഇത് അതിൽ വരും. ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പ്രശ്നമല്ല, ആർക്കും പ്രശ്നമല്ല. നമ്മൾ ഭയങ്കര ഓർഗാനിക് കഴിക്കുക. പക്ഷെ നമ്മൾ ഇതൊരു ബ്രാൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ FSSAIന്റെ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. അതിൽ ഇതിന്റെ അംശം കണ്ടിട്ടുണ്ടെങ്കിൽ അത് അൺസേഫ് ആണ്. അപ്പോഴാണ് ഈ വാർത്തകൾ വരുന്നത് അനുവദനീയമായ കാരണം ഇത് ബില്യൺ പാർട്ടിക്കിളിലൊക്കെയാണ് ഇതിന്റെ അളവ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തടയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്താലും ഇതുണ്ടാവാം. കഴുകിയാലും പോവില്ല, ഇതാക്കിയാലും പോവാത്ത. ഭൂമിയെ നന്നായി സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയാണ്. പ്ലാസ്റ്റിക്കും ഇത്തരം മാലിന്യങ്ങളൊന്നും ഭൂമിയിലേക്ക് വലിച്ചെറിയാതിരിക്കുക, അത് മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ. വെറുതെ അല്ല നിങ്ങൾ ഭൂമിയിലേക്ക് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, ഇത്തരം ബാറ്ററി, കമ്പ്യൂട്ടർ, ഈ സാധനങ്ങളൊന്നും വലിച്ചെറിയരുത് അല്ലെ? ഇപ്പം ഈ ഒരു പൊടി 1000 വിഭവങ്ങൾ, 2 ക്യാപ്ഷൻ ഞങ്ങളുടെ ആരോഗ്യം, ആനന്ദം. ഈ വിഭവങ്ങളുടെയൊക്കെ ഇതിങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങളും നിങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. ISO സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് എത്രയായി? നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ GMP, ISO 22, HACCP ഇതൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ട് തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. എനിക്ക് അവിടെ നിന്ന് മുന്നേ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അതേ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷന്റെ ടൈം മുതലേ നമ്മൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ലെവലിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഈ അലയുടെ ഇനിയുള്ള ഇപ്പം നിങ്ങളൊരു 60 പ്രൊഡക്റ്റുകളിൽ നിൽക്കുകയാണല്ലോ. ഫ്യൂച്ചർ ഈ വലിയ ഒരു ഫ്രെയിം നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ലോകം മുഴുവൻ വ്യവസായം തുടങ്ങാം, വ്യവസായം എത്തിക്കാം എന്നൊരു സങ്കല്പമുള്ളത് കൊണ്ടാണ് ഈ മേഖലയിലേക്ക് വന്നത്. പരിമിതമായ ലോകത്ത് നിന്ന് വിശാലമായ ലോകത്തേക്കുള്ള യാത്രയാണ്. ഇനി എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ? നമ്മൾ ഇപ്പോൾ മാർക്കറ്റ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഇതുണ്ടായിരുന്നു. നമ്മളൊരു പ്രൊഡക്റ്റ് വേണം, ഒരു യുണീക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അത് ആ പ്രൊഡക്റ്റിൻ്റെ പേരിലായിരിക്കും നമ്മൾ അറിയപ്പെടേണ്ടത്. ഇപ്പോൾ അജ്മിയുടെ പുട്ടുപൊടി പോലെ, അല്ലെങ്കിൽ ഒരു കോൾഗേറ്റ്, ഇതൊക്കെ പോലെ. അങ്ങനെ നമ്മൾ കണ്ടെത്തിയൊരു പൊടിയാണ് ഒറോട്ടിപ്പൊടി. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ടൗണും പരിസരത്തും മാത്രം ഉണ്ടായിരുന്ന ഇതാണ്. പക്ഷെ പണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കണ്ണൂരൊക്കെ പോകുമ്പോൾ പറയും, അവിടെ റിയൽ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് ഇന്ന് പൊടി എടുക്കണം, ഒറോട്ടിയുടെ പൊടി എടുക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ അത് അവൈലബിൾ അല്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കുഴക്കുന്ന നൈസ് പത്തിരിപ്പൊടിയാണ് ഉണ്ടായിരുന്നത്. ഇവിടുന്ന് കോഴിക്കോട് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇത് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഈ ഒരു പൊടി ഞാൻ മുന്നേ പണ്ടുള്ള സമയത്ത് തന്നെ ഞാൻ ഒരുപാട് ട്രയൽ അടിച്ചു നോക്കി, പക്ഷെ റെഡി ആയിട്ടില്ല. പക്ഷെ ഇവിടെ വന്നു നിരന്തരം അതിൻ്റെ ബാക്കിൽ തന്നെ അതെങ്ങനെ മാക്സിമം നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരുപാട് തവണ നമ്മൾ ട്രൈ ചെയ്തു. ആദ്യം നമ്മൾ പൊടിച്ചു,
ഒരു മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചു, അവിടുന്ന് റെഡിയാകുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരു മില്ലിൽ കൊണ്ടുവന്ന് പൊടിച്ചപ്പോൾ അതേ അരി ശരിയാകുന്നില്ല. അപ്പോൾ അതേ പൊടി നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ 10 കിലോ എടുത്ത് 5 കിലോ അവിടുന്ന് പൊടിച്ചു, 5 കിലോ ഇവിടുന്ന് പൊടിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒന്ന് റെഡിയാകുന്നില്ല. അപ്പോൾ അതെന്താ കാരണം എന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട്. എടുക്കുന്ന അരിയിലുണ്ട്, പൊടിയുന്ന ഇതിലുണ്ട്, അതിൽ മിക്സിങ്, അതായത് പച്ചരി പുഴുങ്ങലരി മിക്സ് ചെയ്യുന്നതിലുണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നോക്കിയിട്ട് അവസാനം നമ്മൾ സക്സസ് ആയി. ഒരു പൊടി 1000 വിഭവങ്ങൾ. അതായത് വെച്ചാൽ പച്ചവെള്ളത്തിൽ തന്നെ കുഴക്കാം. നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. അതിൽ ഈ അരി അരച്ചിട്ട് ചെയ്യുന്ന ഇലയുടെ ഉണ്ടാക്കാം, നൂൽപുട്ട് ഉണ്ടാക്കാം, ഓട്ടുപത്തിലുണ്ടാക്കാം, കക്കറോട്ടി ഉണ്ടാക്കാം, കല്ലുമക്കായി നറുക്കായി യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് വിഭവം ഒന്നും തന്നെ. അതോട് കൂടിയിട്ട് നമ്മളിത് ഫസ്റ്റ് ട്രയൽ കൊടുത്തന്നെ അയൽ വീട്ടുകളിലൊക്കെ സാമ്പിൾ കൊടുത്തു. അപ്പോൾ അവർ ഉണ്ടാക്കി തുടങ്ങി. അവർ ഫസ്റ്റ് കൊടുത്തപ്പം തന്നെ പിന്നെ ഓർഡർ ചെയ്താൽ നിങ്ങളിപ്പോൾ ഇറക്കുക, ഇതിപ്പോൾ മാർക്കറ്റിൽ കിട്ടുക, ഇതന്നെയായിരുന്നു ചോദ്യങ്ങളെല്ലാം. കുറച്ച് ഞങ്ങൾക്ക് പൊടിച്ചു കൊണ്ടുത്തരുമോ? പക്ഷെ അത് ഇറക്കി. പിന്നെ നാട്ടിലൊക്കെ ഭയങ്കര ട്രോള് പോലെ ഇതുമായിട്ട് ഭയങ്കര മൗത്ത് പബ്ലിസിറ്റി അങ്ങ് ഇതായി. നമ്മൾക്ക് സാധാരണ പുതിയൊരു ബ്രാൻഡ് 1.5 വർഷം കൊണ്ട് ഇത്രയും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് ഈ ഒരൊറ്റ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ നന്നായിട്ട് എൻക്വയറി ഉണ്ടായി. അതോടുകൂടി എല്ലാവരും വെക്കാൻ നിർബന്ധിതരായി. അങ്ങനെ അതാണ് ഇപ്പോഴത്തെ ഒരു ബ്രാൻഡ്. ഇനിയുള്ള സ്വപ്നം ഓൾറെഡി ഇനിയുള്ള എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഇപ്പോൾ കർണാടക നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് മാർക്കറ്റിംഗ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഉടുപ്പി, മംഗലാപുരം, ബാംഗ്ലൂർ, അത് ഒരു ഇതിൽ കർണാടക ഇത് മാക്സിമം കവർ ചെയ്യുക. പിന്നെ മലബാർ ഏരിയ മൊത്തം നമ്മൾ ഡയറക്റ്റ് തന്നെ ചെയ്തിട്ട് തെക്കൻ കേരളത്തിൽ ബാക്കിയുള്ള ഏരിയകളിൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുക. പിന്നെ 6 GCC കൺട്രീസ് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പം യൂറോപ്പിൽ നിന്നൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് എൻക്വയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടി ഫസ്റ്റ് തന്നെ എല്ലാ മേഖലയിലും അല്ല. നിങ്ങൾ ഈ 2.5 വർഷം മീഡിയ വണ്ണിൽ നിന്നു, 5 വർഷം പാണ്ഡയിൽ നിന്നു, അല്ലെ തുടങ്ങിയതാണ്. എത്ര വർഷമാണ് ഇവിടുത്തെ പ്ലാൻ? എത്ര വർഷം നിൽക്കണം? അത് ഇവിടെ തന്നെ തുടരാനാണോ പ്ലാൻ? ഇവിടെ തന്നെ തുടരണമെന്നാണ് പ്ലാൻ. ഇതിന് അൺലിമിറ്റഡ് സ്കോപ്പ് കാണുന്നു. ഇവിടെ എത്ര ജീവനക്കാരുണ്ട് നിങ്ങളുടെ ഈ കമ്പനിയിൽ? നമ്മളിപ്പോൾ 60 പേര്. അവരുടെ ആരോഗ്യമൊക്കെ എങ്ങനെ? അവർ ഈ സാധനമൊക്കെ ഉണ്ടാവുമ്പോൾ അവരുടെ ഒരു ആരോഗ്യവും അതൊക്കെ എങ്ങനെയാണ്? പരിശോധനയും ഹെൽത്ത് കാർഡ് കാര്യങ്ങളൊക്കെ? ഹെൽത്ത് കാർഡ് ഇപ്പോൾ 6 മന്ത്സിൽ നമ്മൾ നിർബന്ധമായിട്ട് എടുക്കുന്നുണ്ട്. അത് എടുക്കുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളും അവർക്ക് വേണ്ട റെസ്റ്റ് റൂംസ് ഒക്കെ ആണെങ്കിലും അതൊക്കെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡിൽ തന്നെ ചെയ്തിട്ടില്ല. പുതുതായി ചെയ്തതുകൊണ്ട് കാരണം ഒരു റണ്ണിങ്ങിൽ നമുക്കത് പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാം പ്രൊഫഷണൽ. സ്ക്വയർ ഫീറ്റിലാണ് ഈ കെട്ടിടം ഇപ്പം സജ്ജീകരിച്ചിട്ട്? ഇത് ഏകദേശം നമ്മുടെ ഫാക്ടറി 20,000 മേലുണ്ട്. പിന്നെ ഓഫീസ് 3,000, ടോയ്ലറ്റ് കോംപ്ലക്സ്, സെക്യൂരിറ്റി അതൊക്കെ വേറെയും കിടക്കുന്നു. എന്തായാലും 30,000 ഉണ്ട് മൊത്തം സ്ക്വയർ ഫീറ്റ്. നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാം പ്രൊഫഷണൽസാണ്, നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ വേറെ ആളുകളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്കുള്ളൊരു ഇതുണ്ട്, കൺസേൺ. നമ്മുടെ തൊഴിലാളികളെ അതുപോലെ തന്നെ കാണണം. അവർക്ക് മാക്സിമം അവരുടെ നല്ല ബെനിഫിറ്റും കാര്യങ്ങളും കൊടുക്കണം. അവർക്ക് നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട്. അലൈ ഫുഡ്സിന്റെ മുദ്രാവാക്യങ്ങൾ തന്നെ നല്ല രസകരമാണ്. ആരോഗ്യം, ആനന്ദം, ഒരു പൊടി 1000 വിഭവങ്ങൾ. അതൊറ്റ ഒരു പൊടിയെക്കുറിച്ചുള്ള മുദ്രാവാക്യമാണത്. ആരോഗ്യം, ആനന്ദം എന്നുള്ളതാണ് ഏറ്റവും ആകർഷകരമായ മുദ്രാവാക്യം. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഭയങ്കര രസമാണ്, ആനന്ദകരമാണ്. പക്ഷെ ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യകരമായ ഒരു ഭക്ഷണ സംസ്കാരം വളരണം. അതിന് നല്ല ഭക്ഷണം പാകം ചെയ്യാനുള്ള വിഭവങ്ങൾ വീട്ടിലെത്തണം. അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്, ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും ഗുണനിലവാരമുള്ള വിഭവങ്ങൾ. അത് സാധാരണ എല്ലാ മനുഷ്യരും വീടുകളിൽ ഉപയോഗിക്കുന്ന വിവിധങ്ങളായ പലഹാരങ്ങൾക്കും വീട്ടിലെ മറ്റു കാര്യങ്ങൾക്കും ഭക്ഷണം തയ്യാറാക്കാനുള്ള സാധനങ്ങൾ ഏറ്റവും വൃത്തിയിൽ ഏറ്റവും ഗുണനിലവാരമുള്ളത് അത് നമ്മളിൽ അവരെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 60 വിഭവങ്ങളാണ് ഇവർ വിപണിയിൽ ഇറക്കിയിട്ടുള്ളത്. അതിനി 600 ആകാം, 6000 ആകാം. അത്രയും വലിയ ഒരു ക്യാൻവാസ് അനസു എന്ന ഇദ്ദേഹം വിഭാവനം ചെയ്യുന്നതിലുണ്ട്. കാരണം ഇപ്പോൾ മലബാർ, കർണാടക, കേരളം, തമിഴ്നാട്, അതായത് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ വലിയ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വലിയ മാർക്കറ്റുകളിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഇതിന് തയ്യാറെടുക്കാൻ നല്ല കരുത്ത് വേണമായിരുന്നു. ആ കരുത്ത് നേടിയെടുത്തത് നല്ലൊരു അടിത്തറ പാകിയിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ സ്ഥാപനം പടുത്തുയർത്തത്. തുടങ്ങിയ കാലഘട്ടത്തിൽ അനുഭവിച്ച പ്രതിസന്ധികൾ ഓരോന്നും എണ്ണി അദ്ദേഹം പറയുകയുണ്ടായി. സാധനം എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ പുഴുക്കളുടെ എണ്ണം 500, 1000, 5000 ഒക്കെ കൃത്യമായിട്ട് കൗണ്ട് ചെയ്തിട്ട് തന്നെ അത്രയധികം പുഴുക്കൾ ഉണ്ടാകുക. എന്നിട്ട് ഈ സാധനം എല്ലാം തിരിച്ച്
കൊണ്ടുവരേണ്ടി വരിക, എന്നിട്ട് അതിന് പരിഹാരം കണ്ടെത്തുക, വീണ്ടും മാർക്കറ്റിലെത്തിക്കുക. അങ്ങനെ മാർക്കറ്റിലെത്തി വളരുകയാണ് അലൈ. നമ്മുടെ ലോകം വളരുന്നതോടൊപ്പം നല്ലൊരു ഭക്ഷണ സംസ്കാരം നമുക്ക് നൽകാൻ അലൈ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കാതെ വയ്യ. ഒത്തിരി പേർക്ക് തൊഴിൽ നൽകുകയാണ്. നല്ല ഭക്ഷണ സംസ്കാരത്തിലേക്ക് ആരോഗ്യം ആനന്ദം എന്ന മുദ്രാവാക്യത്തിലൂടെ നമ്മളെ നല്ല ഒരു ഭക്ഷണ സംസ്കാരത്തിലേക്ക് എത്താൻ അലൈ ശ്രമിക്കുകയാണ്. നമുക്കും ഒപ്പം സഞ്ചരിക്കാം. ഈ അനസുവിൻ്റെ ജീവിത പാഠം നമുക്ക് ഉൾക്കൊള്ളാം, പഠിക്കാം, പ്രാവർത്തികമാക്കാം. പുതിയ സംരംഭങ്ങൾക്ക് പ്രചോദനമാകട്ടെ ഇത്തരം സംരംഭങ്ങൾ, ഇത്തരം വ്യക്തികൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സക്സസ് സ്റ്റോറി നിർത്തുകയാണ്. വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി നൽകിയ അനസുവിനും അലയ്ക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.